നല്ല പെർഫെക്റ്റ് കട്ട്ലേറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും വരും. അവിടെ കുറച്ച് ബീഫ് കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് വെള്ളമില്ലാണ്ട് ആ കഷ്ണങ്ങൾ മാത്രം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാണ്ടാണ് കഷ്ണങ്ങൾ മാത്രം. ഇനി അത് മാറ്റിക്കുക. ഇനി ഒരു വലിയൊരു സബോള നമ്മളെടുത്ത് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് മൂന്ന് നമ്മൾ ആവശ്യത്തിനുള്ള എരിവിനൊക്കെയുള്ള പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പുതിനയില, ഇത് രണ്ടും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഉരുളൻകിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അത് തൊലി കളഞ്ഞ് ഉടച്ച് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഈ ചതച്ചത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് സബോള നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോളയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില, പുതിനയില നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ സാധാ പൊടിക്കുന്ന ഗരം മസാലയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ഇറച്ചിയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി നമ്മൾ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. കൈ കൊണ്ട് കുഴയ്ക്കുമ്പോഴാണ് ആ ഒരു ഇതിലേക്ക് ആ ഇറച്ചിയും ഉരുളൻകിഴങ്ങും പച്ചമുളക്, വേപ്പിലയും ഇഞ്ചി എല്ലാം കൂടിയിട്ടുള്ള അത് നന്നായി യോജിച്ച് വരുള്ളൂ. അപ്പോൾ കൈയിലുകൊണ്ട് നമുക്ക് ചെയ്യാം, എന്നാലും കൈ കൊണ്ട് കുഴയ്ക്കുമ്പോഴാണ് നല്ല ഇതിൽ മിക്സായിട്ട് വരുള്ളൂ. അങ്ങനെ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സാക്കി കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് അത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് താല്പര്യം, ഹാർട്ടിൻ്റെ ഷേപ്പിനോ അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ ഷേപ്പിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് പരത്തിയെടുക്കാം. അപ്പം ഞാനിവിടെ പരത്തിയെടുക്കുന്നത് സാധാ കട്ട്ലേറ്റിൻ്റെ പോലെ വട്ടത്തിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടം പോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നന്നായി പരത്തിയെടുക്കാം. ഇതുണ്ടാക്കിയപ്പോൾ ശരിക്കും നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ ആ ഒരു ഇത് പോലെ തന്നെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അത് പരത്തി വെച്ചിട്ടുണ്ട്, വട്ടത്തിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 മുട്ട വേണം. 2 മുട്ട ഞാൻ പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, കുറച്ച് ഗരം മസാലയുടെ പൊടി, ഇത് രണ്ടും ഇടുക. പിന്നെ കുറച്ചൊരു 1/4 ടീസ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് ഇതിലേക്ക് മുക്കിയെടുക്കണം. നമുക്കിതിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം റസ്ക് പൊടിയിൽ അതിനെ കോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ റസ്ക് പൊടി നമുക്ക് റസ്ക് പൊടിച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് മുക്കാം. കോഴിമുട്ടയുടെ അതിൽ മുക്കിയെടുത്തിട്ട് റസ്ക് പൊടിയിൽ മുക്കി എല്ലാ ഭാഗവും കോട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക്
ഇടാം. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ നല്ല ഇതിൽ ചൂടാവണം. ചൂടായതിന് ശേഷം തീ വളരെ കുറച്ചിട്ടിട്ട് വേണം നമുക്ക് ഈ കട്ട്ലേറ്റിൻ്റെ ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ. അല്ലെങ്കിൽ മേൽഭാഗം നന്നായി മൊരിഞ്ഞു പോവും, ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ കഴിക്കാൻ രസം ഉണ്ടാവില്ല. അപ്പോൾ തീ നന്നായി കുറച്ചിട്ട്, വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇടാം. അപ്പോൾ നമ്മളിതാ ഓരോന്നോരോന്നിട്ട് ഇതാക്കി തുടങ്ങി. അപ്പോൾ അത് ആദ്യം ഇട്ടത് മറിച്ചിട്ട് തുടങ്ങി. കണ്ടാൽ മുരിച്ചിലിങ്ങനെ പാകത്തിന് കരിഞ്ഞിട്ടൊന്നുമില്ല. ആ മുരിച്ചിൽ കണ്ട ചെറിയ തീയിലായിരിക്കുമ്പോഴാണ് ഇങ്ങനെ വരിക. അപ്പോൾ ഉള്ളും വേവും മേൽഭാഗം കറക്റ്റിനായിട്ട് വരും. കണ്ട നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ട ഉൾഭാഗം നല്ല കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം.